ജോലിയുള്ളപ്പോൾ മാത്രം സൊസൈറ്റി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഹലോ, അതുലാണേ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടോ? അതിനുവേണ്ടി പരിശ്രമിച്ച് തുടങ്ങിയവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈലി റിലേറ്റബിൾ ആയിരിക്കും. വേറൊന്നല്ല, അതിനുവേണ്ടി പരിശ്രമിച്ച് തുടങ്ങിയവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ നിലവിലെ ജോബൊക്കെ റിസൈൻ ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. സത്യമായിട്ടും. കാരണം വേറെ വഴിയില്ല. ഈ സ്വന്തമായൊരു ബ്രാൻഡ് റൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ 9 to 5 ജോബ് ചെയ്യുന്ന കാര്യമല്ല. രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണിക്ക് നിർത്തി കളയാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ പറ്റുന്ന പരിപാടിയല്ല. ചിലപ്പോൾ 24 hours ലേറ്റ് നൈറ്റ് ഇരുന്ന് പണിയെടുത്ത് ചെയ്യേണ്ട പരിപാടിയായിരിക്കും. എന്നിരുന്നാൽ കൂടി ഇതിലൊക്കെ ഒരു ഭയങ്കരമായ കിക്ക്, ഭയങ്കരമായ ലഹരി കണ്ടെത്തുന്ന ഒരു പുതുതലമുറയാട്ടോ നമ്മുടേത്. അതായത് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണം. ഒരുപാട് ബ്രാൻഡുകൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ക്ലോത്തിങ് ബ്രാൻഡുകൾ തന്നെ പല ടൈപ്പ് ഡിഫറൻസ് ആയിട്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ലാതെ ഇവർ സ്വന്തമായിട്ട് അവരുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നുണ്ടിരിക്കാൻ തന്നെ അവരുടെ ആ ജേണി കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ. അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് എൻ്റേതായ രീതിയിലൊരു ബിസിനസ് റൺ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുകൾ കിട്ടും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് അവരുടെ നിലവിൽ ജോബ് റിസൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരുടെ ഒരുപാട് സേവിങ്സൊക്കെ വെച്ച് ഇത്രയും കാലം പണിക്ക് പോയ സേവിങ്സൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് കുണച്ച ചോദ്യങ്ങളായിട്ട് കുറച്ച് പേര് വരാനുണ്ട്. ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല, എല്ലാ ഫാമിലിയിലും ഇവരുണ്ടെന്നും അല്ലെങ്കിൽ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ആളുകളുണ്ടെന്നും കൂടി ഞാൻ പറയുന്നില്ല. മക്കളെ, ഇപ്പം എന്താ പരിപാടി? നിലവിൽ പണിയൊക്കെ പോയില്ലേ? ഉടനെ അടുത്ത ജോബിന് അപ്ലൈ ചെയ്ത് അടുത്ത ജോബിന് പോകുന്നുണ്ടോ? പുറത്തേക്ക് പോകുന്നുണ്ടോ? ആരെ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഇവന്മാർ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, പുറത്തേക്ക് പോകണമെങ്കിൽ വേണം വേറെ 4-5 ലക്ഷം റുപ്യ. ഇത് ഇവന്മാരെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുതരുമോ? ഈ പുറത്ത് ഇതിന് മാത്രം എന്താണുള്ളത്? ഈ ജാതി ചോദ്യങ്ങൾ കേട്ട് മടുത്ത് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഈ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണെങ്കിൽ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുറച്ച് ആളുകളെ നമ്മൾ കണ്ണടച്ച് ഒഴിവാക്കേണ്ടി വരും. കാരണം ഇവന്മാരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ജീവിതത്തിൽ തീരാൻ പോകില്ല. ഇവന്മാരെ സംശയങ്ങളും ഇതൊക്കെ തീർത്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാണ്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെങ്കിലും ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. വെറൈറ്റി ചോദ്യങ്ങളുണ്ട്, അതും കമൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്രകാരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഒന്നും തലക്ക് കൊടുക്കാതിരിക്കുക. അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും ആദ്യം കുറേ കാലം ഇവന്മാർ പരിഹസിച്ചുകൊണ്ടിരിക്കും, കുറേ കാലം കളിയാക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കും. വൺസ് നിങ്ങളൊന്ന് സക്സസ് ആയി തുടങ്ങിയാൽ, നിങ്ങൾക്ക് ഏണിങ്സ് വന്നു തുടങ്ങിയാൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും, ഒന്നെങ്കിൽ ഇവൻ്റെ മോനെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് വരും. എന്നിട്ട് ചോദിക്കും, എന്തായിരുന്നു നിങ്ങളെ പരിപാടിയെന്ന്. സത്യമാണ്. നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും സ്വപ്നം, നമ്മുടേതായ ഡ്രീംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം കേൾക്കേണ്ടില്ല. ഒരു പക്ഷേ നമ്മളെക്കാട്ട് ഒരുപാട് പ്രായമുള്ളവർ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് കേട്ടിട്ട് ഈ ചെവിട്ട് കൂടെ കേട്ടിട്ട് മറ്റേ ചെവിട്ട് കൂടെ വിടും. മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് ചെയ്തിട്ട് വിട്ട് കളയുന്ന പരിപാടിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. വെറുതെ വീട്ടിലിരുന്ന് കടന്നുറങ്ങി സ്വപ്നം കണ്ടാണ് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഞാൻ വലിയൊരു മോട്ടിവേഷൻ കിങ്ങല്ല, ഞാനും വലിയൊരു സെറ്റപ്പിലൊന്നും എത്തിയിട്ടില്ല. നിലവിൽ എൻ്റെ ജോബൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഫ്രീലാൻസിങ് തുടങ്ങിയിട്ടുണ്ട്, വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു വലിയ സംഭവമൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാവാമായിരിക്കാം. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, ഇനിയും ട്രൈ ചെയ്യും. ഇപ്പം നിലവിൽ വലിയൊരു സ്ട്രഗിളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നവർക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്നെങ്കിലും ഒരിക്കൽ വൺസ് നമ്മൾ സക്സസ് ആവും, അന്ന് ഈ കളിയാക്കിയവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കൈയടിച്ചിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വലിയൊരു മോട്ടിവേഷൻ കിങ് എന്നല്ല ഈ പറഞ്ഞത്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. കാരണം എൻ്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഞാൻ ഫ്രീലാൻസിങ് തുടങ്ങിയ സമയത്ത് തന്നെ നിലവിൽ നല്ല ജോബ് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ വരുന്നുണ്ട്. പിന്നെ അതുമാതിരി സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന സമയത്തും ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വന്നവരുണ്ട്. ഡയറക്റ്റ് എന്നോട് ചോദിക്കാതെ ഓരപ്പുറത്തിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ അങ്ങനെയുള്ള ആളുകളെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നത്. ഇനിയും വീഡിയോസ് ഇടും. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ. താങ്ക് യു.